മോഹൻലാലിൻ്റെ പ്രശസ്തമായ സിനിമ യോദ്ധ, അക്കോസെട്ട എന്ന് വിളിച്ച് മോഹൻലാലിൻ്റെ പിന്നാലെ ഓടി നടക്കുന്ന ഒരു ചെറിയ ബാലൻ്റെ കഥയാണ്. ഒരു ബാലൻ്റെ കഥയല്ല, ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, നിലനിൽപ്പിൻ്റെ, പോരാട്ടത്തിൻ്റെ കഥ കൂടിയാണ്. ദലൈലാമ ടിബറ്റിൻ്റെ ആത്മീയാചാര്യനാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്ന, ധർമ്മശാലയിൽ താമസിക്കുന്ന ദലൈലാമ പ്രവാസത്തിലുള്ള ടിബറ്റ് സർക്കാരിൻ്റെ ഭരണാധികാരി കൂടിയാണ്. അപ്പോൾ ഒരു ലാമ ജീവിച്ചിരിക്കെ തന്നെ അടുത്ത ലാമയെ, അടുത്ത അനന്തരാവകാശിയെ കണ്ടെത്തും. അതാണ് യോദ്ധ സിനിമയുടെ കഥ. അതിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അവരുടെ വിശ്വാസപ്രകാരം, താന്ത്രിക വിധി പ്രകാരമൊക്കെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ്, ചില ജാതകവും നക്ഷത്രവും ഒക്കെ നോക്കി അങ്ങനെ ഒരു കുട്ടിയെ തേടി 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 നടക്കും. ആ സിനിമയിൽ പറയുന്നത് വെറുതെ സങ്കല്പമല്ല, അത് ആ വിശ്വാസമാണ്. അങ്ങനെ ഒരുപാട് നടന്ന് ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ആ ലാമയാവുന്ന കുട്ടിയെ കണ്ടെത്തും. അവനെ കൊണ്ടുവന്ന് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇവൻ തന്നെയാണോ ആ ലാമ ആകാനുള്ള ലാമയുടെ പുനർജന്മം എന്ന് കണ്ടെത്തി ബോധ്യപ്പെട്ട് എടുത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ആത്മീയാചാര്യനാണ്, രാജാവാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ദലൈലാമയ്ക്ക് 90 വയസ്സുകൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാലത്ത് തന്നെ അടുത്ത ലാമയെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഇതേ സമയം ചൈന ഈ ടിബറ്റിനെ വെല്ലുവിളിക്കാൻ അവരൊരു കമ്മ്യൂണിസ്റ്റ് ലാമയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ശരിക്കുള്ള ദലൈലാമയുടെ അനന്തരാവകാശിയായിട്ടുള്ള ലാമ ഇന്ത്യയിലായിരിക്കുമോ അതോ ടിബറ്റിലായിരിക്കുമോ ജനിക്കുക? ഇന്ത്യയിലായിരിക്കും. ഉറപ്പാണോ? എങ്ങനെ ഉറപ്പിക്കുക? അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ദലൈലാമ 14ാമത്തെ ദലൈലാമയാണ്. തെൻസിൻ ഗ്യാറ്റ്സോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്ന് പറഞ്ഞൊരു പുസ്തകം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത അവതാരം, അടുത്ത ലാമ ചൈനയ്ക്ക് പുറത്തായിരിക്കും, സ്വതന്ത്ര ലോകത്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഇനി ഇന്ത്യ അല്ലെങ്കിൽ ഒരു സ്ഥലം പറയാവുന്നത് ടിബറ്റായിരുന്നു. അതെ, ടിബറ്റ് ഇപ്പോൾ ചൈനയുടെ ഭാഗമാണല്ലോ. അത് ചൈന അധിനിവേശം നടത്തിയ സ്വതന്ത്ര ലോകമല്ലല്ലോ. ചൈന ഇന്ത്യയിൽ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ചൈനയുടെ അവകാശമാണ് ലാമൻ തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയിലാണ് ഒരു കുട്ടിയെ കണ്ടെത്തുന്നത്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ധർമ്മശാലയിൽ ഒരുപാട് കുടുംബങ്ങൾ, 1 ലക്ഷം കുടുംബങ്ങളുണ്ട് അവിടെ. ധർമ്മശാലയുണ്ട്, നമ്മുടെ ബൈലക്കുപ്പയിലുണ്ട്. ഈ 2 സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അടുത്തിടെ ഉണ്ടായ ഒരു വാർത്ത കൂടി സാറിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അതായത് 2 ആഴ്ച മുമ്പാണ് ഇപ്പോഴുള്ള ദലൈലാമയ്ക്ക്, ഇന്ത്യയിലുള്ള ദലൈലാമയ്ക്ക് Z+ സെക്യൂരിറ്റി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നേരത്തെ അദ്ദേഹത്തിന് ഓരോ സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ സംസ്ഥാന പോലീസാണ് സുരക്ഷ ഒരുക്കിയിരുന്നത്. അത് മാറ്റിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ടോപ്പ് സെക്യൂരിറ്റി സംവിധാനം കൊടുക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കാരണം ദലൈലാമയ്ക്ക് ഭീഷണിയുണ്ട്, ചൈനയുടെ ഭീഷണിയാണ്. ഈ പുതിയ കുട്ടി ഈ ധർമ്മശാലയിലോ ബൈരക്കുപ്പയിലോ കണ്ടെത്തി കഴിഞ്ഞാൽ അത് സത്യത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് വരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അത് ഒന്നാമത് ഈ ചൈനയുമായിട്ടുള്ള ബന്ധം അത്ര അല്ല. ചൈനയ്ക്ക് ഇഷ്ടമല്ല ദലൈലാമ ഇവിടെ താമസിക്കുന്നു, ഇവിടെ പ്രവാസ സർക്കാരുള്ളത്, ഒന്നും ഇഷ്ടമല്ല. പിന്നെ ഈ അമേരിക്ക എപ്പോഴും ദലൈലാമയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം 1959 ദലൈലാമ ഇന്ത്യയിൽ വരുന്നത് ഒരു CIA ഓപ്പറേഷനിലാണ്. അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ മുഴുവൻ ഡീക്ലാസിഫൈ ചെയ്തതാണ്. അന്ന് അവിടുത്തെ ടിബറ്റിൽ ചൈന ആക്രമണം നടത്തും എന്നൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും പിന്നീട് നെഹ്റു വഴിക്ക് വെച്ച് ദലൈലാമയെ മീറ്റ് ചെയ്യുന്നതും ധർമ്മശാല വിട്ടുകൊടുക്കുന്നതൊക്കെ അറിയപ്പെടുന്ന ഓപ്പറേഷനാണ്. മാത്രമല്ല കഴിഞ്ഞ കൊല്ലം അമേരിക്കയുടെ പ്രതിനിധി സംഘം ധർമ്മശാലയിൽ വന്നിരുന്നു, ലാമയെ കണ്ടിരുന്നു. ആ കൂട്ടത്തിൽ നാൻസി പെലോസി ഉണ്ടായിരുന്നു, സ്പീക്കർ. അപ്പോൾ അങ്ങനെ ഒരു സംഘം തന്നെയൊക്കെ വന്ന് ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കാറുണ്ട് അവർ, അമേരിക്കയുടെ ആളുകളുമൊക്കെ. അപ്പോൾ ചൈനയ്ക്ക് വെല്ലുവിളി ആയിരിക്കും പുതിയ ലാമ ഇന്ത്യയിലുണ്ടാവും. കാരണം ഇപ്പോൾ അദ്ദേഹം അവധിയിലേക്ക് കയറുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിൻഗാമിയെ നിശ്ചയിച്ചിട്ടാണ് പോകാൻ പോകുന്നതെന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് വേറെ തർക്കങ്ങൾ, ഒരു വാക്കും വരും. അതിൻ്റെ ഒന്നും ആ സമയത്ത് കയറി വേറെ ആളുകൾക്ക് ഇടപെടാം. അതെ അതെ
അതിന് അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ അറിയാവുന്ന ആളാണല്ലോ ദലൈലാമ. അപ്പോൾ അതുകൊണ്ട് സാധാരണ ചൈന പറയാൻ സാധ്യത ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, ടിബറ്റിലാണ് ഇത് വേണ്ടിയിരുന്നത്, ടിബറ്റിലാണ് വേറൊരാൾ വേണ്ടിയിരുന്നത് എന്നൊക്കെ പറയാം. 1959 ഈ പലായനം നടന്നത്. മറ്റേ ടിബറ്റ് എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് മേഖല ചൈന ടിബറ്റ് വേണ്ട ചൈന കൊണ്ടുപോകട്ടെ എന്ന നിലപാടായിരുന്നു നെഹ്റുവിനുണ്ടായിരുന്നത്. പിന്നെ നെഹ്റു ഒരു മഹാമനസ്കത കാണിച്ചു, ദലൈലാമ വേണേ ഇങ്ങോട്ട് പോന്നോട്ടെ എന്നൊരു നിലപാട്. അദ്ദേഹത്തിന്റെ മഹാമനസ്കത അല്ലായിരുന്നു അത്. ഇപ്പൊ പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെന്താണ് അത് അമേരിക്ക ആവശ്യപ്പെട്ടിട്ട് ഇവിടെ ദലൈലാമയെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു നെഹ്റു. ഒരു CIA ഓപ്പറേഷൻ ആയിരുന്നു അത്, അതിൻ്റെ ഭാഗമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ധർമ്മശാലയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നെഹ്റു പോയി മീറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ തുൾക്കു എന്നാണ് പറയുക ഈ ദലൈലാമയെ അവരുടെ ഭാഷയിൽ, എന്ന് പറഞ്ഞാൽ അവലോകിതേശ്വരൻ്റെ അവതാരമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ടിബറ്റൻ ബുദ്ധസന്യാസിമാർ ഈ പുതിയ ഒരു അവതാരം വരുമ്പോൾ പലതരം ചിഹ്നങ്ങൾ ശകുനങ്ങളൊക്കെ കാണും മുതിർന്ന സന്യാസിമാർ. ചില ആളുകൾക്ക് സ്വപ്നങ്ങളുമൊക്കെ ഉണ്ടാവും, ഇതെവിടെയാണ് ഈ കുട്ടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടാവും. ഇവർ ഈ ലാമ മരിക്കുമ്പോൾ സാധാരണഗതിയിൽ ആ ലാമയിലും നോക്കും, നേരത്തെ ലാമ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ. ഈ കേസിൽ ദലൈലാമ പിൻഗാമിയെ പ്രഖ്യാപിക്കുന്നതാണ് കരുതുന്നത്. 13ാമത്തെ ലാമ മരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ജഡം കിടന്നത് തെക്കോട്ട് നോക്കിയിട്ടായിരുന്നു. പിന്നെ ജഡം തന്നെത്താനെ കിഴക്കോട്ടേക്ക് നോക്കി കിടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവതാരം ആ ദിക്കിലാണ് കുട്ടിയുള്ളത് എന്ന് കണക്കാക്കുന്നത്. 13ാമത്തെ എന്ന് പറയുന്നത് ഇതിന് മുമ്പത്തെ ലാമ, ഇപ്പോഴത്തെ ദലൈലാമയ്ക്ക് മുമ്പത്തെ ലാമ. പിന്നെ ടിബറ്റിലെ ലവോമി ലാറ്റ്സോ എന്ന് പറഞ്ഞ തടാകത്തിൽ നോക്കും. ഈ തടാകത്തിൽ നിന്ന് ഈ കുട്ടി എവിടെയാണ് ജനിച്ചിരിക്കുന്നതിൻ്റെ സൂചന കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. അതും അവരുടെ ഒരു വഴിയാണ്. പിന്നെ ഒരു കുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് ശരിയായ കുട്ടി തന്നെയാണോ എന്നുള്ള പരീക്ഷണങ്ങൾ ആ കുട്ടിയിൽ നടത്തും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ദലൈലാമയ്ക്ക് അടുത്ത കുട്ടിയെ കണ്ടെത്തിയെന്നിരിക്കട്ടെ, ഈ ദലൈലാമയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ആ കുട്ടി തിരിച്ചറിയണം. അതാണ് അപ്പോൾ ആ ശ്രേണിയിൽപ്പെട്ട പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ, വസ്ത്രം, പേന തുടങ്ങി ഉള്ള സാധനങ്ങളൊക്കെ ആ കുട്ടി തിരിച്ചറിയണം. അപ്പോൾ ഇപ്പോഴത്തെ ലാമയെ ഈ ദലൈലാമയെ 2 വയസ്സിലാണ് തിരിച്ചറിഞ്ഞത് അദ്ദേഹം അടുത്ത ലാമയായിരിക്കും എന്നുള്ളത്. 1935 ലാമോ ദുണ്ടുപ് എന്നായിരുന്നു പേര്. അങ്ങനെയാണ് കണ്ടെത്തിയത്. 2011 ബെയ്ജിങ് പറഞ്ഞിട്ടുണ്ട്, 13 കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ലാമയെ ഞങ്ങൾ നിയമിക്കും എന്നവർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പ്രായാധിക്യമാണ് എന്നൊക്കെ തോന്നിയിട്ടായിരിക്കും അന്ന് പറഞ്ഞത്. അത് പറഞ്ഞത് ചൈനയുടെ വിദേശ വക്താവ് മാവോ നിങ് ആണ് പറഞ്ഞത്, ഞങ്ങൾ തീരുമാനിക്കുന്നുള്ളത്. ഇത് നമ്മളെക്കാൾ വലിയ പ്രശ്നമാണല്ലോ ചൈനയ്ക്ക്. അതെ അതെ, നമുക്ക് ഒരു അഭയാർത്ഥിയായിട്ട് നമ്മൾ കരുതി ഇവിടെ അവർ ആളുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്, വലിയ വിഷയമാണ് അവരെ സംബന്ധിച്ച്. ഇതിനു മുമ്പ് ഈ ചൈന പഞ്ചൻ ലാമയെ റാഞ്ചിക്കൊണ്ട് പോയിട്ടുണ്ട്. 1995 6 വയസ്സുള്ള ഗദ്ദുൻ ചോക്കി നൈമ, ആ കുട്ടിയാണ് പഞ്ചൻ ലാമ ആയിരുന്നത്. അപ്പോൾ ചൈന എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദലൈലാമയുടെയൊക്കെ ശ്രേണിയിൽ വരുന്ന പഞ്ചൻ ലാമയെ റാഞ്ചിക്കൊണ്ടുപോയി. ആ പഞ്ചൻ ലാമ ഇപ്പം എവിടെയാണ്, ആ പഞ്ചൻ ലാമയെ കൊന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യും ചൈന. എന്നിട്ട് ചൈന എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗ്യാൻ സെയിൻ നോർബു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരാളെ എടുത്തിട്ട് പഞ്ചൻ ലാമയായിട്ട് വാഴിച്ചു.
കാരണം മറ്റേ പഞ്ചല്ലാമയെ അറിയില്ലല്ലോ എവിടെ പോയിന്നറിയില്ല. അറിയില്ല. അപ്പോൾ ഒരു പാർട്ടി മെമ്പറായിട്ടുള്ള ഒരു പഞ്ചല്ലാമ, ഒരു സഖാവ് ലാമയെ ആണ് പഞ്ചല്ലാമയെ ആക്കിയത്. മരണത്തിന് മുമ്പ് ഇത്തവണ ദലൈലാമ പറയും എന്നുള്ളത് എന്താ ഉറപ്പാണ്. ടിബറ്റിന് പുറത്ത് എന്ന് പറയുന്നത് കൊണ്ട് അത് ഇന്ത്യയിലായിരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. 100,000 ടിബറ്റൻ അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയായിട്ട് ആ ലാമ ചിലപ്പോൾ ഇപ്പം തന്നെ ഉണ്ടാവും. 2004 ടൈം മാഗസിനുമായിട്ടുള്ള അഭിമുഖത്തിൽ ദലൈലാമ പറഞ്ഞു, എൻ്റെ ജീവിതം ടിബറ്റിന് പുറത്തായിരുന്നു, അതുകൊണ്ട് ഇനിയുള്ള ജന്മവും പുനർജന്മവും അത് ഇന്ത്യക്ക് പുറത്തായിരിക്കും. അല്ല, ചൈനയ്ക്ക് പുറത്തായിരിക്കും എന്ന്. എൻ്റെ ജീവിതം ചൈനയ്ക്ക് പുറത്തായിരുന്നു, അടുത്ത ജന്മവും ചൈനയ്ക്ക് പുറത്തായിരിക്കും. അപ്പോഴും അദ്ദേഹം അത് സൂചിപ്പിച്ചതാണ്. പിന്നെ ഈ പുറത്തു നിന്ന് ലാമമാർ നേരത്തെ വന്നിട്ടുണ്ട്. 4ാമത്തെ ദലൈലാമ യോൻസൻ ഗ്യാറ്റ്സോ 1589 മംഗോളിയയിലാണ് ജനിച്ചത്. പക്ഷെ മംഗോളിയ എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസം അതിൽ പറയാനില്ല, അല്ലേ? ചൈനീസ് രൂപത്തിലുമൊക്കെ സെയിമാണ്. അതെ, പണ്ടും മംഗോളിയായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് ചൈന എന്ന് പറയുന്നത്. 6ാമത്തെ ലാമ സ്യാങ്യാങ് ഗ്യാറ്റ്സോ 1682 ഇന്ത്യയിൽ തന്നെയാണ് ജനിച്ചത്. പക്ഷേ EMS പറഞ്ഞ ഇന്ത്യയുടേതെന്നും ചൈനയുടേതെന്നും പറയുന്ന അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ്. എന്നാലും അത് വേണമെങ്കിൽ ചൈനയുടേതായിട്ടും കരുതാം. അതെ, തവാങ് അവർ 1962 ആക്രമിച്ച് പിടിക്കുകയൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് തവാങ്. അപ്പോൾ തവാങ്ങിലായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനായിട്ട് അരുണാചലിലുണ്ടായിരുന്നു, മുമ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേയും കൂടി ബൈരക്കുപ്പയൊക്കെ ആണെങ്കിൽ കർണാടകയിലൊക്കെ ആയിപ്പോയി. അപ്പോൾ 2015 BBC-യിൽ ദലൈലാമ പറഞ്ഞു, ചിലപ്പോൾ സ്ത്രീയാകാം, പക്ഷെ എനിക്കൊരു നിർബന്ധമുണ്ട്, സ്ത്രീയാണെന്നുണ്ടെങ്കിൽ സുന്ദരിയാകണം, ഞങ്ങൾക്ക് വലിയൊരു പ്രചാരണം കിട്ടണമല്ലോ എന്ന് തമാശയായിട്ട് പറയുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെ നോർമലായിട്ട് തന്നെ ഈ ഹ്യൂമറസ് ആയതുകൊണ്ട് അത് പറയും. ഈ ജൂലൈയിൽ 90 വയസ്സ് തികയും. അപ്പം മിക്കവാറും ജൂലൈയിൽ ഈ പിൻഗാമി ആരാണെന്ന് അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും പുതിയ ലാമ വരട്ടെ. ഇന്ത്യയിൽ നിന്നൊരു ദലൈലാമ ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്കും സന്തോഷകരമാണ്. കാരണം ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യയിലെ പിറന്ന ഹിന്ദു മതത്തിൻ്റെ ഒരു അവാന്തര വിഭാഗം തന്നെയാണല്ലോ ബുദ്ധമതം. അതെ, ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ള. ഈ ചൈന പലപ്പോഴും ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈ സാംസ്കാരിക ബന്ധം, ഈ ചൈനീസ് വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഈ സിവിലൈസേഷണൽ ബോണ്ടിങ് എന്നാണ് അവർ പ്രയോഗിക്കുന്നത്. സ്ഥിരം കാണാം ഗ്ലോബൽ ടൈംസിലൊക്കെ ഇന്ത്യയുമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബുദ്ധൻ, ടിബറ്റ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അമേരിക്കയാണെങ്കിൽ ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ബില്ല് കഴിഞ്ഞ കൊല്ലം കോൺഗ്രസ്സിൽ അവതരിപ്പിച്ചിരുന്നു. ചൈനയുമായിട്ടുള്ള സംഘർഷം എപ്പോഴും ഈ ടിബറ്റ്, അതിൻ്റെ അകത്ത് ടിബറ്റ് സ്വതന്ത്രമായിരിക്കണം എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഇപ്പോൾ ഒരുപാട് അവിടെ ആ ഭാഗത്ത് അണക്കെട്ടുകളൊക്കെ പണിയുന്നുണ്ടല്ലോ. നമ്മൾ അരുണാചൽ പ്രദേശിൽ നമ്മളുടേതായ വലിയ അണക്കെട്ടും പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലായി പോകും, വെള്ളത്തിലും വരൾച്ചയിലും. ചൈന അപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് പണിയുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് വെള്ളം ഇല്ലായ്കയും വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ സംഘർഷത്തിന് വേറൊരു കാരണം കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.